ട്രോളന്മാരുടെ ഇഷ്ടത്തോഴനാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനം തൊട്ടതും പിടിച്ചതുമെല്ലാം ട്രോളാക്കി മാറ്റുക എന്ന തന്ത്രമാണ് ട്രോളന്മാർ പയറ്റിയത്. എന്നാൽ വേദനയ്ക്കുമ്പോഴും സൗമ്യനായ കുമ്മനം അത് ആസ്വദിക്കുകയാണ് ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം കുമ്മനം ഇരുന്നത്. ഈ ഒരു ട്രോൾ പേടിച്ചാണ് കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് താൻ പങ്കെടുക്കാത്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള പറഞ്ഞത് ഓർക്കുക. ഈ ട്രോളിന് നേതൃത്വം നൽകിയത് CPM അണികളായ ട്രോളർമാർ എന്ന് എടുത്തു പറയേണ്ടതാണ്. എന്തിന്, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മനോരമ പത്രത്തിന്റെ സ്വന്തം ചാനലായ മനോരമ ന്യൂസിന് പോലും കുമ്മനം മിസോറാം ഗവർണറായപ്പോൾ പറയേണ്ടി വന്നു ഇത് ട്രോൾ അല്ലാന്ന്. അങ്ങനെ കുമ്മനം ഗവർണറായി പോയതോടെ അദ്ദേഹത്തിന്റെ പദവിയെ മാനിച്ച് ട്രോളർമാർ വാരിച്ചുരുട്ടി. എന്നാൽ കുമ്മനം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നായപ്പോൾ CPM ട്രോളർമാർ കടുകട്ടിയോടെ വീണ്ടും എത്തി. എന്നാൽ രണ്ട് നെഗറ്റീവുകൾ ചേർന്ന് പോസിറ്റീവ് ആകുന്നത് പോലെ കുമ്മനത്തിനെതിരായുള്ള ട്രോളുകൾ അദ്ദേഹത്തിന് വൻ പബ്ലിസിറ്റി ലഭിക്കുമെന്നാണ് അറിയുന്നത്. ഇത് CPM-നെ ഞെട്ടിച്ചിട്ടുണ്ട്. പാർട്ടി അണികൾക്ക് CPM രഹസ്യ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുമ്മനത്തെ ട്രോളുന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കും. നമ്മുടെ ചിലവിൽ കുമ്മനത്തിന് പബ്ലിസിറ്റി നേടിക്കൊടുക്കാതെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണം നടത്തണം. ഇതോടെ ഇലക്ഷൻ കഴിയും വരെ കുമ്മനത്തിനെതിരായ ട്രോളുകൾ കുറയുമെന്നാണ് കരുതുന്നത്. അതേസമയം കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന BJP ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പ്രചാരണ ചുമതലയും നേരിട്ട് ഏറ്റെടുക്കും. സംസ്ഥാന നേതാക്കൾക്കിടയിലെ ചേരിപ്പോരും ശബരിമല വിഷയത്തിൽ നിന്ന് പരമാവധി നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന വിലയിരുത്തലുമാണ് കാരണം. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള താല്പര്യപ്പെടുകയും കുമ്മനത്തെ കൊണ്ടുവരേണ്ടതില്ലെന്ന് പറയുകയും ചെയ്തതോടെ അവരുടെ സഹകരണം പ്രതീക്ഷിക്കേണ്ടെന്ന് V മുരളീധര പക്ഷം ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. ശബരിമല സമരം പരാജയപ്പെടാൻ കാരണം മുരളീധര പക്ഷത്തിന്റെ നിസ്സഹകരണമാണെന്ന് എതിർവിഭാഗം റിപ്പോർട്ട് നൽകി. ഇതോടെയാണ് വിജയ സാധ്യതയുടെ മണ്ഡലങ്ങളുടെ ചുമതല ദേശീയ നേതൃത്വം നേരിട്ട് ഏറ്റെടുത്തത്. വോട്ട് മറിച്ച് കാലുവാരിയേക്കുമെന്ന ആശങ്കയാണ് പ്രധാന കാരണം. കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJP അധ്യക്ഷൻ അമിത്ഷായുടെയും നേരിട്ടുള്ള തീരുമാനമാണ്. RSS സംസ്ഥാന നേതൃത്വത്തിലെ പൂർണ്ണ പിന്തുണയുമുണ്ട്. തിരുവനന്തപുരത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ കുമ്മനമാണ് മുന്നിലെത്തിയത്. പ്രചാരണത്തിനായി മോദിക്കും അമിത്ഷായ്ക്കും പുറമെ മന്ത്രിമാരായ നിർമ്മല സീതാരാമനും സ്മൃതി ഇറാനിയും രാജ്നാഥ് സിംഗുമൊക്കെ തലസ്ഥാനത്തെത്തും. സ്ഥാനാർത്ഥി നിർണയത്തിനായി നടത്തിയ സർവേയിൽ ജനറൽ സെക്രട്ടറി K സുരേന്ദ്രന് വലിയ സ്വീകാര്യത ലഭിച്ചു. പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ ശ്രീധരൻപിള്ളയെയോ MT രമേശിനെയോ ഇറക്കും. അങ്ങനെയായാൽ K സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തും. സ്ഥാനാർത്ഥിയായി കുമ്മനവും മാരാർജി ഭവന്റെ അധിപനായി സുരേന്ദ്രനും എത്തുമെന്ന പ്രചാരണം സംസ്ഥാനത്ത് BJP-ക്ക് പുത്തനുളവായി. തിരുവനന്തപുരത്ത് ജയിച്ചേ പറ്റൂ എന്നാണ് ഷായുടെ കർശന നിർദ്ദേശം. പ്രചാരണത്തിന് ആവശ്യപ്പെടുന്നത് എന്തും നൽകും. വോട്ടർമാരുടെ ട്രെൻഡ് അപ്പോൾ അറിയിക്കാൻ സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ചുവരെഴുത്തും തുടങ്ങി. അതോടൊപ്പം BJP-യെ തോൽപ്പിക്കാതിരിക്കാൻ ഇടത് വലത് മുന്നണികൾ വോട്ട് മറിക്കാനുള്ള സാധ്യത തുറന്നുകാട്ടും. ശശി തരൂരിന് വേണ്ടി വോട്ട് മറിക്കാൻ നിശ്ചയിച്ചു തന്നെയാണ് MLA ആയ C ദിവാകരനെ ഇടതുപക്ഷം എതിരാളിയാക്കിയതെന്ന് പ്രചരിപ്പിക്കും. പകരം തൃശൂരിൽ CPI-യുടെ രാജാജി മാത്യു തോമസിനെ കോൺഗ്രസ് സഹായിക്കുമെന്നുമുള്ള പ്രചാരണം നടത്തും. കഴിഞ്ഞ തവണ O രാജഗോപാലിന് തിരിച്ചടിയായ തീരദേശത്ത് വോട്ടുറപ്പിക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.